അഫ്ഗാനിസ്ഥാൻ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റഫേത്തട്ടിൽ ചുമതലയേറ്റു. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിയാലിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സഭയിലെ ബിഷപ്പുമാരും തെരഞ്ഞെടുത്ത വൈദിക പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട വിശ്വാസി പ്രതിനിധികളും അതിഥികളും പങ്കെടുത്തു. സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സ്ഥാനാരോഹണം. സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ച് സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പിനെ അവരോധിച്ചു. പ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റ സഭാധ്യക്ഷന് മെത്രാൻമാർ ആശ്ലേഷിച്ച സ്നേഹം പങ്കിട്ടു. തുടർന്ന് സ്ഥാനമേറ്റ വേദിയിൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ കുർബാനയും നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം എന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറി എന്നും MT വാസുദേവൻ നായർ പറഞ്ഞു. EMS മഹാനായ നേതാവാണ് എന്നും നേതൃപൂജകളിലൊന്നും EMSനെ കണ്ടിട്ടില്ല എന്നും MT തുറന്നടിച്ചു. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു MTയുടെ വിമർശനം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ ഋഷിക്ക് നിലനിൽപ്പുള്ളൂവെന്നും റഹീനെ പോലെ മുൻപ് 2 പേർ ഋഷിയിൽ പ്രഖ്യാപിച്ചു. എഴുത്തുകാരായ ഗോർക്കിയും ചക്കവും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി MT വിമർശിച്ചു. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണെന്നും MT ചൂണ്ടിക്കാട്ടി. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരുമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നത്. ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരുമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധിക്കുന്നത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. ഇതായിരുന്നു EMS. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്നും അധികാരത്തിലുള്ളവർ ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്നും പ്രത്യാശിക്കാം. വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം പിടിച്ച റഷ്യയിൽ സേവന സിദ്ധാന്തം ഇല്ലാതായപ്പോഴുണ്ടായ ശിഥിലീകരണവും MT ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. MTയുടെ പ്രസംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിടുകയും ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. മച്ചിങ്ങൽ ബൈപ്പാസിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചു.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ 17-ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA-യെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. കണ്ടാൽ അറിയുന്ന 150 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസ് ഉണ്ട്. മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തു കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? RMOയെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി നൽകി. സർക്കാരിന് ഉപദേശം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കളാണ്. നിയമവിരുദ്ധമായി നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം എതിർക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. പോലീസിനെ വിമർശിച്ച റവന്യൂ മന്ത്രി K. രാജൻ. പോലീസ് നടപടി പലപ്പോഴും അതിരുവിടുകയാണ്. തിരുത്തൽ നടപടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 Q18-ൽ ആയിരുന്നു മന്ത്രിയുടെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു അല്പം കടന്നു ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് പോലീസ് പല ഘട്ടങ്ങളിലും അതിരുവിട്ട നടപടികൾ ഇപ്പം മാത്രമല്ല, നേരത്തെ ഉണ്ടായിട്ടില്ലേ? PS സുബാലിനെ പുലർച്ചെ 4 മണിക്ക് IVF-ന്റെ സംസ്ഥാന പ്രസിഡന്റും MLA-യുമായിരിക്കുമ്പോൾ പുലർച്ചെ 4 മണിക്കാണ് വീട്ടിൻ്റെ അകത്ത് അടുക്കളയുടെ വാതിൽ ചവിട്ടി തുറന്നെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്രപ്രവർത്തകരായിട്ടന്ന്. ഇവിടെ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ആക്രമിച്ചത് മറ്റാരെങ്കിലും ആക്രമിച്ചതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷെ ഒരു ഓർമ്മയുണ്ടാകണം, ഡീൻ കുര്യാക്കോസ് നോക്കി നിൽക്കുമ്പോഴാണ് അന്നത്തെ IVF-ന്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്രസാദും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വനിത ബിന്ദുരാജും ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചു പ്രകടനത്തിന് നേരെ ഇതേ ആയുധങ്ങളുമായി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്, ഡീനെന്ന് MP അല്ല, ഡീനെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഡീൻ്റെ സാന്നിധ്യത്തിൽ PMGയിൽ വളഞ്ഞിട്ടടിച്ച് എത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പ്രകടനം നടത്താൻ പാടില്ലേ കേരളത്തിൽ? അന്ന് ഇത്ര പ്രയാസാർക്കും കണ്ടില്ല. ഞാൻ ബിന്ദുരാജിൻ്റെ സാരി വലിച്ച് കീറി, അക്ഷരാർത്ഥത്തിൽ സാരി പൂർണ്ണമായി വലിച്ചു കീറി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ. കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അത് ശരിയാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഈ നിലപാടെടുത്തവർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ പരമാവധി സംയമനം പാലിക്കേണ്ട ഉത്തരവാദിത്തം അധികാര ഏജൻസികൾക്കുണ്ട്. അത് ഇനി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണമെങ്കിൽ അതെല്ലാം പരിശോധിക്കാം. നീണ്ട ആലോചനകൾക്കൊടുവിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനം കൈക്കൊണ്ടുവെങ്കിലും കോൺഗ്രസിന് മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിയുന്നില്ല. ക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംഘപരിവാർ അജണ്ടയാണ് എന്നും ഇതിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസ് നിലപാട്. കേരളം അടക്കമുള്ള സംസ്ഥാന നേതൃത്വങ്ങളുടെ സമ്മർദ്ദവും ഈ നിലപാടിന് കാരണമായി. പക്ഷേ NSS-നെ പോലുള്ള സമുദായ സംഘടനകൾ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് കേരളത്തിൽ തന്നെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. NSS-ന്റെ പ്രതികരണത്തെ പിന്തുണച്ച് BJP രംഗത്തെത്തിക്കഴിഞ്ഞു. ദേശീയ തലത്തിലും പാർട്ടിയെടുത്ത തീരുമാനത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ അത് സംഘപരിവാറിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് തുല്യമാകുമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് NSS ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം സംസ്ഥാന തലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയാൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശ്വാസത്തെ വിശ്വാസമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കണ്ടാൽ മതി, അവിടെ രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗം നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ NSS-ന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവരാരും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചാൽ അത് ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് തുല്യമായി മാറും എന്നൊരു വിലയിരുത്തലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അവർ ആ കാര്യങ്ങൾ പാർട്ടി ഫോറത്തിൽ വ്യക്തമാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ലീഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ലെ ഘടകകക്ഷികളുടെ
തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അടക്കം സംസ്ഥാന നേതൃത്വം ഇതിൽ പങ്കെടുക്കരുത് എന്ന കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം, കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നൊരു വിലയിരുത്തലും അഭിപ്രായവുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ NSSനോട് ഒപ്പം കൂറു പുലർത്തുന്ന NSSനെ ഒപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ നിലപാടാണ് വ്യക്തമാക്കുന്നത്. അവർ പാർട്ടി നേതൃത്വത്തെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് തീരുമാനം ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സമസ്തയെ ഭയന്നാണോ മുസ്ലിം ലീഗിനെ ഭയന്നാണോ ഈ തീരുമാനമെന്ന് കോൺഗ്രസ് പറയണം. 4 വോട്ടിനു വേണ്ടിയുള്ള വില കുറഞ്ഞ നടപടിയെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. NSSന് പിന്നാലെ അയോധ്യ പ്രതിഷ്ഠയെ പിന്തുണച്ച് SNDPയും രംഗത്ത്. അയോധ്യ പ്രാൺപ്രതിഷ്ഠാ കർമ്മം അഭിമാനം ഉയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ശ്രീരാമൻ വ്യക്തിജീവിതത്തിലും കർമ്മപഥത്തിലും മര്യാദാ പുരുഷോത്തമൻ ആണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. RSS പ്രാന്തീയ കാര്യകാരി സദസ്യൻ AR മോഹനിൽ നിന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം വെള്ളാപ്പള്ളി ഏറ്റുവാങ്ങി. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് നിലപാട് തള്ളി ഹിമാചൽ പ്രദേശ് മന്ത്രി. പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് മുൻ മുഖ്യമന്ത്രി വീർഭദ്രസിംഗിന്റെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭ സിംഗിന്റെയും മകനായ മന്ത്രി വിക്രമാദിത്യ സിംഗ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തള്ളിയത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുഖ്വീന്ദർ സിംഗ് സുഖു മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയാണ് വിക്രമാദിത്യ സിംഗ്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനം. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനാണ്. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹിക്ക് പുറമെ നോയിഡ, ചണ്ഡീഗഡ്, ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിലും ചലനം അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് 2:50ഓടെയാണ് ചലനം അനുഭവപ്പെട്ടത്. ഇടവേള. കുട്ടി ഒറ്റക്ക് പോകും, മിണ്ടാറേയില്ല. കുട്ടിയോട് അതപ്പാട് ഒരു പാച്ചിലല്ലേ വൈദ്യല്ലോ, അതുമായിട്ട് ബന്ധമില്ലല്ലോ. വണ്ടി അവിടെ വന്നിട്ട് അപേക്ഷിച്ചു പോവുകയും. സവാദിന്റെ പേര് നിങ്ങളോട് ഷാജഹാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ? എങ്ങനെയാണ് പെരുമാറ്റത്തിലൊന്നും വേറെ ഒന്നും പറയാനില്ല. അന്നേ നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ടില്ലോ, അതുകൊണ്ടാണ് പെരുമാറ്റത്തിൽ മാറ്റമില്ലാതെ. അങ്ങോട്ട് അങ്ങനെ അധികം ആളുകൾ കയറി ഇല്ല, ഒന്നുമില്ല. ഇപ്പം 2 ഫെബ്രുവരി പിന്നെ 2 ആൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്നിന്. അത് അവർ ആടുന്ന ഒരു കൊടിയും വാങ്ങിയിട്ട് വന്ന് കൊടയുടെ വെച്ചിട്ട് പോയത്. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞ് ഓൻ്റെ അമ്മേൻ്റെ ഏടത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഏട്ടന്മാരാണെന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. അവർ ഈ വായ വെച്ച ആ സ്ഥലം എല്ലാം നോക്കിയിട്ടാണ് പോയിന്. അപ്പോൾ സ്ഥലം എടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരൊരു സ്ഥലം എടുക്കാൻ വന്ന ആളെല്ലാം അന്നേരം നമുക്ക് തോന്നിന്. എന്നുവെച്ചാൽ അവർ കുറച്ചേരം മയ്യായതുകൊണ്ട് ഇവിടെ ഓട്ടോ തന്നെ ഇരുന്ന് ഞാൻ അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്ന് കൊടിയും വാങ്ങിയിട്ട് കിഞ്ഞു പോകുമ്പോൾ ഒരാൾ കൊട അവിടെ വെക്കുമ്പോൾ പറഞ്ഞാൽ അവർ വന്നെടുത്തോളൂ, ഇതിവിടെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എനിക്ക് മുന്നിൽ കാണുന്ന ഏതാണ്ട് ഇവിടെ നിന്നും 100 മീറ്റർ വരെ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് ഒടുവിൽ താമസിച്ച ഇടം. കഴിഞ്ഞ 2 വർഷത്തിനോടടുത്ത് സവാദ് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നാട്ടുകാരുമായി കാര്യമായ ഒരു ബന്ധം സ്ഥാപിക്കാതെ, നാട്ടുകാർക്ക് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കണ്ണ് കൊടുക്കാതെയാണ് സവാദിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഈ യാത്രകൾ. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരും. കേവലം കുശല പ്രശ്നങ്ങൾ മാത്രമാണ് നാട്ടുകാരോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരം എന്നതിനപ്പുറം മറ്റൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ ആ കുടുംബത്തിന് അയൽവാസികളുമായില്ല. ഈ വീടിനോട് ഏറ്റവും ചേർന്നുള്ള ആ വീടാണ്. അവിടുത്തെ ആളുകളുണ്ട്, അവരോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം. ഒപ്പം ഈ വാടക ചീട്ടടക്കം മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി NIA മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സവാദ് ഈ മാസം 24 വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ്.
കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട ഈ ആസൂത്രണത്തിലെ അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ സഫാദിൻ്റെ അറസ്റ്റിലൂടെ തന്നെ പുറത്തു വരുമെന്നാണ് NIA പ്രതീക്ഷിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കാലം അത്രയും ഒളിച്ച് താമസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഈ മാസം 24 വരെയാണ് ഇയാളെ റിമാൻഡ് കാലാവധിയുള്ളത്. അതിൽ കുറച്ച് സമയം ഇയാളെ ചോദ്യം ചെയ്യാനടക്കം ലഭിക്കുന്നതിലൂടെ തന്നെ കൂടുതൽ വസ്തുതകളിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നു പോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് തൊഴിൽ ചെയ്തു പോകാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8 വർഷത്തോളമായി സംസ്ഥാനത്തിനകത്ത് തന്നെ ഒളിവ് ജീവിതം നയിക്കുന്നതിൽ അതിൽ വലിയൊരു പങ്ക് ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അനുമാനം. ഇയാളെ കഴിഞ്ഞ കുറേ നാളുകളായി NIA നിരീക്ഷിക്കുമ്പോൾ പോലും ഇയാൾക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സഹായങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ബേര എന്ന സ്ഥലത്ത് കഴിഞ്ഞ 9 മാസമായി ഇയാൾ എത്തിയിട്ടുള്ളത്. അതിന് മുൻപ് കണ്ണൂരിലെ തന്നെ 2 സ്ഥലങ്ങളിൽ ഇയാൾ ഇതുപോലെ തന്നെ താമസിച്ചായി കണ്ടിട്ടുണ്ട്. ഇവിടങ്ങളിലൊന്നും മറ്റുള്ളവരുമായി അടുത്ത ഇടപഴകിയില്ലെങ്കിൽ കൂടിയും ഇയാളെ കാണുന്നതിന് വേണ്ടി ആളുകൾ സ്ഥിരമായി എത്തിയിരുന്നതായി ഉള്ള വിവരങ്ങൾ ഇതിനകം തന്നെ NIAക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2 ഫോണുകളുടെ ഫോറൻസിക് പരിശോധന, ഒപ്പം മറ്റൊരു സിം കാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ പരിശോധനയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ 2 വിചാരണയിലും ഏതാണ്ട് 19 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറമുള്ള കൂടുതൽ കാര്യങ്ങൾ 3ാം ഘട്ട വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഇത് സംബന്ധിയായ ആസൂത്രണങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള ഈ ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങളിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുവാനും കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്കടക്കം കടന്നു വരുവാനുമുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കും. എന്തായാലും ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് NIA സവാദിൻ്റെ അറസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതുവരെ വെളിപ്പെട്ടതിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അയോധ്യ ഒരുങ്ങുന്നു. ആയിരത്തി 1949 ബാബറി മസ്ജിദിനുള്ളിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ആരാധന നടത്തുന്നതിനായി അനുമതി നൽകിയത് ആലപ്പുഴക്കാരനായ ICS ഉദ്യോഗസ്ഥൻ KK നായരാണ്. രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അയോധ്യയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച KK നായരുടെ ജീവിതം സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് ബന്ധുക്കൾ. 1907 സെപ്റ്റംബർ 11 കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ചെറു ഗ്രാമത്തിലാണ് പാർവതിയമ്മയുടെയും ശങ്കരപ്പണിക്കരുടെയും മകനായി KK നായരുടെ ജനനം. ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരത്തും പിന്നീട് ICS നേടുന്നതിനായി ലണ്ടനിലേക്കും അദ്ദേഹം പോയി. പഠനത്തിൽ അതീവ തൽപരനായിരുന്നു KK നായരെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായിട്ടും റാങ്കും ഒക്കെ വാങ്ങിച്ച് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചാണ് പാസ്സായത്. ഈ പരീക്ഷയുടെ ഓപ്ഷണൽ പേപ്പറിൻ്റെ തലേ ദിവസവും രാത്രിയിൽ സെക്കൻഡ് ഷോ കാണാൻ പോയി. 8 മണിയായി 9 മണിയായിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. അവസാനം അവരെ ആവുന്നതൊക്കെ വിളിച്ച് നോക്കിയിട്ട് ഉണരാത്തപ്പോൾ ഒരു വലിയ ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുവന്ന് തലയിൽ കൂടെ ഒഴിച്ച് അങ്ങനെയാണ് ഉണർത്തി വിട്ടത്. പഠനശേഷം ഉത്തർപ്രദേശിലെ ഫൈസിയാബാദ് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. KK നായർ കളക്ടറായിരിക്കെയാണ് 1949 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കണ്ടെത്തുന്നത്. നായരുടെ അനുവാദത്തോടെയായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠയെന്നും ആരാധനയെന്നും ബന്ധുക്കളും പറയുന്നു. അറിവോടും സമ്മതത്തോടും ഒരു 10-200 സന്യാസിമാർ രാത്രിയായപ്പോൾ അവിടെ അവരെല്ലാവരും കൂടെ അങ്ങ് കയറി ഓക്കുപ്പൈ ചെയ്തു. അവിടുത്തെ തഹസീൽദാർ, ആ ലോക്കലായിട്ടുള്ള അതോറിറ്റി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. എന്തായാലും അത് അവരെ ഒഴിപ്പിക്കേണ്ടാവുന്ന അവരാണ് യഥാർത്ഥ അവകാശികൾ, യഥാർത്ഥ ഉടമകൾ അവരാണ്. അത് ഇത്രയും കൊല്ലം വേറെ ആളുകളുടെ കയ്യിലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓണർഷിപ്പ് ഒന്നും മാറത്തില്ലല്ലോ, ബലമായിട്ട് പിടിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു.
ആദ്യഘട്ടം മുതൽ തന്നെ വിദേശ അധിനിവേശത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കപ്പെട്ട ആരാധനാലയമാണ് ബാബറി മസ്ജിദ് എന്ന് നായർ ഉറച്ചു വിശ്വസിച്ചിരുന്നതായി അദ്ദേഹത്തോടൊപ്പം നിരവധി കാലം താമസിക്കുവാൻ കൂടി അവസരം ലഭിച്ച സഹോദരപുത്രൻ പത്മനാഭപിള്ള ഓർത്തെടുക്കുന്നു. കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള നായരുടെ മടങ്ങിവരവ് വളരെ ചുരുക്കമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്മാരകം ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണമെന്നുണ്ട്. ഈ 2.5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കടമുറി പോലെ പണിഞ്ഞു വെക്കാമെന്നല്ലാതെ കുറേ കൂടെ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ലൊരു മെമ്മോറിയൽ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ക്ഷേത്രങ്ങളിലൂടെ കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ തൃപ്രയാറിന്റെ പ്രാധാന്യം അവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അയോധ്യയിൽ പൂജിച്ച പ്രതിമയാണെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് തൃപ്രയാർ മഹാത്മ്യം. പ്രശസ്തവും പുരാതനവുമായ തൃപ്രയാർ ക്ഷേത്രനടയിലാണ് ഞാനെന്നുള്ളത്. ശ്രീരാമചന്ദ്രൻ്റെ ഏറെ വിശിഷ്ടമായ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ. ദ്വാരകയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടുത്തേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. ശ്രീരാമചന്ദ്രൻ്റെ ഭാവം അതിനും പ്രത്യേകതയുണ്ട്. ഭക്തലക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ശ്രീരാമന്റെ വിശിഷ്ട പ്രതിഷ്ഠയാൽ പ്രസിദ്ധമാകുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രം. വാമന അവതാരവേളയിൽ ഭഗവാന്റെ തൃപ്പാദം ബ്രഹ്മാവ് കഴുകിയ വെള്ളം ഭൂമിയിലെത്തുകയും തിരുപാദം കഴുകിയപ്പോൾ ആറായത് തൃപ്രയാർ ആയെന്നുമാണ് സങ്കല്പം. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ പൂജ ഏറ്റ വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ 4 അമ്പലങ്ങളിൽ. പ്രതിഷ്ഠയുടെ പ്രാധാന്യമാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. അതായത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെ ഉണ്ടാവില്ല ലോകത്ത്. അപ്പോൾ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം അത് പിന്നീട് കടലെടുത്ത് തൃപ്രയാർ എന്ന ഈ പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠ നൽകി. അതാണ് അതിൻ്റെ പ്രധാനമായിട്ട്. അതോടുകൂടെ തന്നെ ശ്രീരാമസ്വാമിയോട് കൂടെ തന്നെ ശ്രീഭൂമി 2 ഭഗവതിമാരുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട്. അതേപോലെ മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പമായിട്ടാണ് പ്രധാനമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശക്തി ത്രിമൂർത്തി ചൈതന്യമാണ് അതിലുള്ളത്. ശ്രീരാമനിൽ ത്രിമൂർത്തി ചൈതന്യത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഇത്ര ശക്തി. ആര്യന്മാരുടെ വരവിന് മുൻപ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും ശാസ്താവായിരുന്നു പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു. ഗോശാലകൃഷ്ണനും ധർമ്മശാസ്താവും ഗണപതിയും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ഉപദേവതകളാകുന്നു. ഈ തൃപ്രയാർ തേവര ചക്രവർത്തിയായിട്ടുള്ള ഒരു പ്രതിഷ്ഠയും കൂടിയാണ്. ഈ ആറാട്ടുപുഴ പൂരത്തിന് നായകത്വം എന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ 30 കോടി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരേ ഒരു ദേവസംഘമേ ഉള്ളൂ ലോകത്തിൽ. അത് ആറാട്ടുപുഴയാണ്. അപ്പോൾ അതിലേക്ക് തേവരുടെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യമില്ല. അപ്പോൾ അതിലേക്ക് തേവർ ചെന്നാൽ മാത്രമേ അവിടെ ശരിക്കും അവിടെ ഒരു സംഗമമാണെന്ന് അർത്ഥം. മറ്റുള്ള പൂരങ്ങൾക്കൊക്കെ എപ്പോഴും ആഘോഷങ്ങൾക്ക് പ്രാധാന്യം. ഈ ആറാട്ടുപുഴ പൂരത്തിനെ സംബന്ധിച്ച് എപ്പോഴും അതിനൊരു ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. ഒരു ദൈവികമായിട്ടുള്ള ഒരു ചടങ്ങുകളല്ല, എല്ലാത്തിനും ഒരു പ്രത്യേകത. എന്നും അധികമായിട്ടൊന്നും നമുക്ക് പ്രത്യേകത കാണില്ല, പക്ഷെ എന്നാൽ എല്ലാം ദൈവികമായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അയ്യപ്പ ഭക്തരുടെ അസാധാരണ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വൃശ്ചിക മാസത്തിലെ ഏകാദശിയും ചിങ്ങമാസത്തിലെ ജലോത്സവവും ഇവിടേക്ക് ഭക്തലക്ഷങ്ങളെ ആനയിക്കുന്നു. ക്യാമറാമാൻ ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, തൃപ്രയാർ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5735 രൂപ, പവൻ 45,880. 18 ക്യാരറ്റ് ഗ്രാം